രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ഇന്നലെ തിരുവനന്തപുരത്തെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചതിലേറെ, രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയതിലേറെ എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു രംഗമാണ് ഈ പറയുന്നത്. ഈ ഒരു രംഗം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഈ തിരുവല്ലയിലെ ജയിലിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് വീട്ടിലേക്ക് വന്ന് കയറുന്ന നിമിഷം, ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ ഈ മാപ്രകൾ, വേശ്യാ മാധ്യമങ്ങൾ ഈ മൈക്കും കോലും ഇങ്ങനെ തൂക്കിക്കൊണ്ട് അവിടെ നിന്ന് രാഹുലിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തുനിഞ്ഞ ഈ വേശ്യാ മാധ്യമങ്ങളെ ആരും കയറണ്ട, ഇങ്ങോട്ട് കയറണ്ട, നോ പെർമിഷൻ വേശ്യാ മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു രംഗം, അതിന് മുന്നിൽ നിന്ന് അവരെ തടഞ്ഞ സുഭാഷ് മുണ്ടപ്പള്ളി വലിയ ഒരു കയ്യടി അർഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ വേശ്യാ മാധ്യമങ്ങളെ അവിടെ നിർത്താൻ സാധിച്ചത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ ജാമ്യം ലഭിച്ചതിലും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നും ഇപ്പോൾ രാവിലെ ഈ വേശ്യാ മാധ്യമങ്ങൾ അവിടെ ഈ ക്യാമറയും കോലും രാഹുലിൻ്റെ കാലിനിടയിൽ കയറ്റാനുള്ള കോലുമൊക്കെയുമായിട്ട് ആ റോട്ടിൽ വന്ന് നിൽപ്പുണ്ട്. അങ്ങോട്ട് കയറണ്ട എന്ന് ഇന്നലെ സുഭാഷ് മുണ്ടപ്പള്ളി പറഞ്ഞത് വല്ലാതെ ഇവർക്ക് നൊന്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു വാർത്ത, ആ ഒരു രംഗം വെച്ചിട്ട് രാഹുലിൻ്റെ ഉറ്റാനിയായി സുഭാഷ് മുണ്ടപ്പള്ളി മാധ്യമങ്ങളെ തടയും, ഇനിയും തടയും. കാരണം ആ മനുഷ്യനെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ നിങ്ങൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങൾ അത്രമാത്രം വിചാരണ നടത്തിയിട്ടുണ്ട്. കോടതിക്ക് മുകളിലുള്ളൊരു കോടതിയാവാൻ നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയും നിങ്ങൾ കോടതികളാവാനോ വിചാരണകൾ നടത്തുന്നോ അല്ല കാര്യം. പക്ഷേ അവിടെ നിങ്ങൾ ഒരാളെ മാത്രമേ കേട്ടുള്ളൂ, രണ്ട് ഭാഗവും നിങ്ങൾ കേട്ടില്ല, രാഹുലിനെ നിങ്ങൾ കേട്ടില്ല. അതാണ് ഇവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ സുഭാഷ് മുണ്ടപ്പള്ളി ഇന്നലെ വേണ്ട വിധം ഈ വേശ്യകളെ, ഈ വേശ്യ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യത്തിനും അയാൾ പുറത്തിറങ്ങാൻ വേണ്ടിയും നമ്മൾ അത്രമാത്രം കാത്തിരുന്നതാണ്, ആഗ്രഹിച്ചതാണ് അല്ലേ? പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി സുഭാഷ് മുണ്ടപ്പള്ളി നടത്തിയ ഈ ഒരു നീക്കം, ഈ വേശ്യാ മാധ്യമങ്ങളെ ആരും അകത്തോട്ട് കിടക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയ, വരച്ച വരയിൽ നിർത്തിയ സുഭാഷ് മുണ്ടപ്പള്ളി രാഹുലിൻ്റെ അനുയായിയാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എന്താണ് പ്രശ്നം? രാഹുലിൻ്റെ അനുയായി ആകാൻ സന്തോഷത്തോടു കൂടി ആളുകളാവുന്നതാണ്. മനസ്സിലായില്ലേ? അതിനെന്താണ് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പവുമില്ല. അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. ഇന്നലെ മറ്റൊരു മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടം തൻ്റെ സൈബർ ഫാൻസുകളെ കൂട്ടുപിടിച്ച് ഇനി എന്താണ് നടത്താൻ പോകുന്നത് എന്ന്. സൈബർ ഫാൻസുകളല്ല, ഈ പറയുന്ന മാപ്രകൾക്കും വേശ്യാ മാധ്യമങ്ങൾക്കും കൂട്ടിക്കൊടുപ്പുകാർക്കുമൊക്കെ ഇല്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ കഥയാണത്. രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന ആരും രാഹുലിനെ ഒന്ന് നേരിട്ട് കാണുകയോ രാഹുലുമായി നേരിട്ട് ബന്ധമുള്ളവരോ രാഹുലിൽ നിന്ന് 1 രൂപയുടെ സഹായം പോലും ചെയ്യാൻ ലഭിക്കാത്ത ആളുകളാണ് രാഹുലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഇവരാരും പാലക്കാട്ടുകാരല്ല. മനസ്സിലായില്ലേ? രാഹുലിന് വോട്ട് ചെയ്യാനോ രാഹുൽ തൻ്റെ ജനപ്രതിനിധിയാകുവാനോ അവസരമുള്ള ആളുകളല്ല. ഈവൻ ദോ ഈ സ്നേഹം, രാഹുലിന് നൽകുന്ന സ്നേഹം, അതൊന്നും കണ്ടീഷനുകൾ വെച്ചുകൊണ്ടോ ഓഫറുകൾ വെച്ചുകൊണ്ടോ എന്തെങ്കിലും കണ്ടിട്ടോ രാഹുലിന് പിന്നാലെ കൂടിയവരല്ല ഈ ആളുകൾ എന്ന് പറയുന്നത്. ഈ സൈബർ ഫാൻസുകാർ എന്നും ഉണ്ടാകും രാഹുലിനോടൊപ്പം.
അത് അയാളുടെ ആർജവം കണ്ടിട്ടാണ്, നട്ടെല്ല് കണ്ടിട്ടാണ്, പോരാട്ട വീര്യം കണ്ടിട്ടാണ്, അയാളിലെ രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടാണ്. എടോ വിജയ എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി വിളിക്കാനുള്ള കേൾപ്പ് കണ്ടിട്ടാണ്. അതിന് വേശ്യാമാധ്യമങ്ങൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ആ വേശ്യാമാധ്യമങ്ങളെ നിലക്ക് നിർത്താൻ അറിയാം, അത് ചെയ്യുക തന്നെ ചെയ്യും. ആ വേശ്യാമാധ്യമങ്ങളെ അതിലെനിക്ക് ഉരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ രാവിലെ തന്നെ മൈക്കും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. രാഹുൽ നിയമസഭയിലേക്കില്ല, അടൂരിലെ വീട്ടിലേക്ക് തന്നെ തുടരുകയാണ്. രാഹുൽ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ട് വേണോ ചെയ്യാൻ? വേണോ? അത് നിങ്ങളെ നിലക്ക് നിർത്താൻ സുഭാഷ് മുണ്ടപ്പള്ളിമാർ എല്ലായിടത്തും ഉണ്ടാകുമെന്നുള്ളതാണ്. അടൂരിലുണ്ടായിരുന്നത് സുഭാഷ് മുണ്ടപ്പള്ളിയാണെങ്കിൽ പലയിടങ്ങളിലും പല പേരുകളിൽ ഈ വേശ്യാമാധ്യമങ്ങളെ നിലക്ക് നിർത്താൻ രാഹുലിനെ സ്നേഹിക്കുന്ന, രാഹുലിന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ച, രാഹുലിനെ പിന്തുണക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാ. ആ ലക്ഷക്കണക്കിന് ആളുകളിൽ ഈ കേരളത്തിലെ വീട്ടമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, യുവതികളുണ്ട്, എല്ലാവരുമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് എൻ്റെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എത്രയധികം വീട്ടമ്മമാരാണ് രാഹുലെ മോനെ ദൈവത്തിന് നന്ദി, രാഹുലെ നീ സൂക്ഷിക്കണം, ദൈവത്തിന് നന്ദി, പ്രാർത്ഥനകൾ ഫലം കൊണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളുമായിട്ട് വരുന്നത്. വേശ്യാമാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയധികം സ്നേഹം അതിൽ ലഭിക്കുവാനുള്ള എന്തെങ്കിലും ഒരു വഴി ഈ വേശ്യാമാധ്യമങ്ങൾക്കുണ്ടോ? കേരളത്തിലെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലെന്നുള്ളതാ. രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ വേട്ടയുടെ ഇരയാണെന്നുള്ളതിന് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇനി കൂടുതൽ തെളിവുകളൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇന്നലെ പത്തനംതിട്ട ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരൊറ്റ ജാമ്യ ഉത്തരവ് അത് ജനങ്ങൾ കേട്ടുകഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. അത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പരാതിയുടെ നിയമസാധുത ഇല്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുലിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങളെയും നിയമത്തെയും കാറ്റിൽ പറത്തിയാണെന്ന് കോടതി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ പറഞ്ഞ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിക്കും, കേസിനെ സ്വാധീനിക്കും, അതിജീവിതയെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞതിനെയൊക്കെ എല്ലാ വാദങ്ങളെയും കോടതി അടപടലം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ കാര്യം? രാഹുൽ കുറ്റക്കാരനല്ല, ഒരർത്ഥത്തിലും രാഹുൽ കുറ്റക്കാരനല്ല. ഇവിടെ നടന്നിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കോടതി പറയട്ടെ, അല്ലേ? കോടതി പറയുമ്പോഴും ആ കോടതിയെ വെല്ലുവിളിക്കുവാനും കോടതിയെ അധിക്ഷേപിക്കുവാനും കോടതിക്ക് മുകളിൽ മറ്റൊരു കോടതിയാവാൻ ശ്രമിക്കുന്ന ന്യൂസ് റൂമുകാരോട്, വേശ്യാമാധ്യമങ്ങളോട് സുഭാഷ് മുണ്ടപ്പള്ളി ഇന്നലെ കാണിച്ചത്, ഇവിടെ നിൽക്ക്, അകത്തോട്ട് ആരും കടക്കണ്ട, അതിലെന്താ എല്ലാം അതിലുണ്ട്. സുഭാഷ് മുണ്ടപ്പള്ളിമാർ വേശ്യാമാധ്യമങ്ങളെ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ, സുഭാഷ് മുണ്ടപ്പള്ളിമാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങളാരും മറക്കണ്ട, ആരും തന്നെ മറക്കണ്ട. രാഹുലിനെ പ്രതിരോധിക്കാൻ, രാഹുലിന് വേണ്ടി ന്യായങ്ങൾ പറയാൻ തന്നെയാണ് തീരുമാനം. വേശ്യാമാധ്യമങ്ങൾക്ക് നന്നായിട്ട് കുരുപൊട്ടുന്നുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത് മുതൽ ഇവരുടെ കുരുപൊട്ടി അങ്ങനെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ മാതൃഭൂമിയിലെ ഒരു ചെറ്റ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ പറയാണ്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ഫാൻസുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്. എന്താണെങ്കിലും നിന്റെ വീട്ടിലേക്ക് കയറി വരില്ലടോ ചെറ്റേ എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ സൈബർ ഫാൻസുകാർ ഒരു കാര്യവുമില്ലാതെ, എന്ന് പറഞ്ഞാൽ ഒരു നേട്ടങ്ങളുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിച്ചവരാണ്, പ്രതിരോധിച്ചവരാണ്. അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. മാപ്രകളെ നിലക്ക് നിർത്താൻ സുഭാഷ് മുണ്ടപ്പള്ളിമാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഉണ്ടാകും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇനി രാഹുലിനെ വിറ്റ് നിങ്ങൾ നക്കണ്ട. കുറേ കാലം നക്കി, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും നക്കാൻ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പച്ചയിറച്ചി വിറ്റുകൊണ്ടുള്ള ഈ നക്കല് അതിനി വേണ്ട എന്നുള്ളതാ. മാധ്യമങ്ങളെ നിലക്ക് നിർത്താൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് നിർത്താൻ അറിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതറിയാം, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും അറിയാം എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അതിനിടയിൽ രാഹുൽ ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാഹുലെ ട്രാപ്പാണോ,
രാഹുലെ കുടുക്കിയതാണോ? വേശ്യാമാധ്യമങ്ങളുടെ ചോദ്യമാ. വേശ്യാമാധ്യമങ്ങൾ, കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ രാഹുലിനോട് ചോദിക്കുക. എന്നാ പിന്നെ ഈ കുടുക്കിയതാണോ ട്രാപ്പാണോ എന്നൊന്നും ഇവരാരും എവിടെയും അന്വേഷിക്കുന്നതോ അതുമായിട്ട് തലക്കെട്ടുകൾ കൊടുക്കുന്നതൊന്നും എവിടെയും കണ്ടിട്ടുമില്ല. ഇവർ കൊടുത്തതത്തെയും ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് പൈങ്കിളി കഥകളെ, പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ ഇരട്ടിപ്പിച്ച് അതിനെ പർവ്വതീകരിച്ച് അതിന് പൊടിപ്പും തുങ്ങലും വെച്ച് രാഹുലിനെ ഒരു ക്രൂരനാക്കി മാറ്റുവാനുള്ള ശ്രമമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നതും. എന്നിട്ട് ഇവരത് ചോദിക്കുക രാഹുലിനോട്, രാഹുലെ ട്രാപ്പാണോ, രാഹുലെ കുടുക്കിയതാണോ, ഇവൻ്റെയൊക്കെ അച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ ആളുകൾ? എന്താണെങ്കിലും കോടതിയുടെ വിധി പുറത്തേക്ക് വന്നതിലും വലിയ സന്തോഷമാണ്. സുഭാഷ് മുണ്ടപ്പള്ളിയെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. നിങ്ങളെ നിർത്തേണ്ടിടത്ത് നിർത്താൻ ഞങ്ങൾ ഫാൻസുകാരുണ്ട്. അതിനെ നിങ്ങൾ ഇനി എന്തൊക്കെ വിളിച്ചാലും ശരി. എടോ വേശ്യ മാധ്യമങ്ങളെ, നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു ജനപിന്തുണയും സ്വീകാര്യതയും സ്നേഹവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജനം അതിരറ്റ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളതാണ്.